28 വേദികളിലാണ് കലോത്സവം നടക്കുന്നത്. 249 ജില്ലകളിലാണ് മത്സരം നടക്കുന്നത്. 14,000-ഓളം വരുന്ന കലാകാരന്മാരുടെ കലാകാരികൾ ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന മത്സരത്തിന് മുമ്പ് സ്കൂൾ നിലവാരത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജില്ലാ നിലവാരത്തിലും ഒക്കെ വിവിധ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിന്റെ വിധി പറയുന്നു. ഈ വർഷം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. 3 വർഷം തുടർച്ചയായി വിധികർത്താവായി വന്നവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടത് കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏതാണ്ട് 7,000-ഓളം വരുന്നവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. നമ്മുടെ മക്കളാണ്, അവർക്ക് ഒരു കുറവുണ്ടാകുമ്പോൾ താമസം അതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നു. 14,000 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ഈ 3 കലോത്സവം നടത്തുമ്പോൾ അത്ര ഞാനായിരുന്നു. ചില ദിവസങ്ങളിൽ 24,000 പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. തൃശ്ശൂർക്കാരും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വരുന്നവരെ അവരെ സ്നേഹിച്ച് ഭക്ഷണം കൊടുത്ത് വിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ കലോത്സവത്തിന് ആവശ്യമായ പച്ചക്കറികൾ, മറ്റ് വിഭവങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഓരോ വിദ്യാർത്ഥിയുടെയും കുട്ടിയുടെയും വീട്ടിൽ നിന്ന് ഇത് ശേഖരിക്കണമെന്ന പദ്ധതിയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. നിങ്ങളുടെയും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്വർണ്ണക്കപ്പ് നിങ്ങളുടെ കസ്റ്റഡിയിലാണ് തൃശ്ശൂർ ജില്ലക്കാർ. മന്ത്രി രാജ്യം പറയുന്നത് കേട്ടു, തൃശ്ശൂർ ജില്ലക്കാർ വിട്ടുകൊടുക്കുന്നത് എന്നാണ് ഞാൻ കേട്ടത്. എന്തായിരുന്നാലും ഏറ്റവും കൂടുതൽ പോയിന്റ് ജില്ലയ്ക്ക് കിട്ടിക്കോട്ടെ. എന്തായാലും കാസർഗോഡ് നിന്നും കണ്ണൂർ, തിരുവനന്തപുരത്ത് നിന്നും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി, അധ്യാപകരുടെ പങ്കാളിത്തത്തോടുകൂടി ഘോഷയാത്രയായാണ് സ്വന്തം കപ്പ് തൃശ്ശൂർ ജില്ലയിൽ എത്തിച്ചേരുന്നതെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, തൃശ്ശൂർ ജില്ലയിലെ പരമാവധി സ്കൂളുകളിൽ സ്വന്തം കപ്പുമായ ഒരു യാത്രയും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, ജില്ലയിലെ 7 ഗവൺമെന്റ്